ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എല്ലാം കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്യുക. വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ലോഞ്ച് പൂൾ ബൈബിറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാവും. അപ്പോൾ എന്താണ് ലോഞ്ച് പൂൾ എന്ന് കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. ഇതിലെങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള കുറേ ഡൗട്ട് ഉണ്ട്. എന്തുകൊണ്ട് ഞാൻ ലോഞ്ച് പൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എന്തുകൊണ്ട് ആൾക്കാർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ എക്സ്ട്രാ പൗസ് കിട്ടും എന്നുള്ള കാര്യമൊക്കെ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയുന്ന രീതിയിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എന്നെക്കൊണ്ട് പരമാവധി ശ്രമിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അപ്പോൾ റീസെൻ്റ്ലി തന്നെ നമ്മുടെ ബൈബിറ്റിലാണ് നമ്മുടെ പൗസ് മേജറായിട്ട് ലിസ്റ്റ് ആവാൻ പോകുന്നത്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ബൈബിറ്റിൽ അതിൻ്റെ ലോഞ്ച് പൂള് ഇപ്പോൾ സ്റ്റാർട്ട് ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ ബൈബിറ്റിൽ നിങ്ങൾ KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ഇന്ത്യയിൽ ബൈബിറ്റ് അവൈലബിൾ ആണ്. ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്തു ഇല്ലെങ്കിൽ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് KYC ബൈബിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എവിടെയാണ് ലോഞ്ച് പൂൾ എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മോറിലേക്ക് ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ടാവും. ആ മോഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മോഡിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവും. ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. സ്ക്രോൾ ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ സ്പോട്ട് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ അവിടെ ലോഞ്ച് പൂൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണ് ലോഞ്ച് പൂൾ എന്നുള്ളൊരു ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് അരിയുണ്ട്. കുറച്ച് അരി എന്ന് പറഞ്ഞാൽ കുറേ അധികം അരിയുണ്ട്. ഞാൻ അതിൽ കുറച്ച് നെല്ലൊക്കെയാണ്, ഇല്ലെങ്കിൽ നെല്ലുണ്ട്, കുറച്ച് അധികം നെല്ലുണ്ട്. ആ നെല്ലിൽ ഞാൻ എല്ലാ നെല്ലും യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊരു ഉത്സവം വരുന്നുണ്ട്. അപ്പോൾ ആ ഉത്സവത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാണ്, ഞാൻ കുറച്ച് നെല്ല് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ വീട്ടുകാരിലും കുറച്ച് നെല്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് അങ്ങനെ നെല്ല് കൊടുക്കുന്നത്? നമ്മുടെ മൊത്തം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വളരെയധികം നല്ല കാര്യങ്ങൾ നടക്കാനും നമുക്ക് വല്ല പ്രോഫിറ്റ് ആയിട്ട് കിട്ടാനും. അപ്പോൾ അവിടുത്തെ ഒരു അമ്പലം ഉണ്ടാവും. ആ അമ്പലം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കിട്ടുന്ന ഗുണങ്ങളെല്ലാം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം തന്നെ ഇവിടെ നമുക്ക് അമ്പലമായിട്ട് കണക്കാക്കേണ്ടത് ബൈബിറ്റ് ആണെങ്കിൽ നമ്മൾ അവിടുത്തെ ഉള്ള ആൾക്കാർ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ USDT ഉണ്ട്, അതേപോലെ തന്നെ ഇവർ പറഞ്ഞ കുറച്ച് ടോക്കൺസ്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ കുറച്ച് എന്തായാലും അധികം ഉണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക, ആ ഒരു അമ്പലം അവൻ്റെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ആ അമ്പലം ഡെവലപ്പ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രസാദമായിട്ട് കുറച്ച് നെല്ല് ഇതിന്ന് മൊത്തം കൃഷി ചെയ്തിട്ട് നിങ്ങൾക്ക് തരാൻ പോവാണ്. അപ്പോൾ അങ്ങനെ തരാൻ പോകുന്നതിന് മുമ്പ് അവർ നെല്ല് എല്ലാവരുടെ നിന്നും കളക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒക്കെ മേടിച്ച് നെല്ല് കൃഷി ചെയ്തിട്ട് നല്ല പ്രോഫിറ്റ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അതിനൊരു റിവാർഡ് ഈ തന്ന കുറച്ച് ആൾക്കാർക്കൊക്കെ കൊടുക്കും. അത്ര മാത്രമാണ് ഇതിൽ ചെയ്യുന്നുള്ളൂ. ഞാൻ ഇനി ഇത് ഈ രീതിയിൽ നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഇവിടെ ബൈബിറ്റിൽ ഇവിടെ ഈ ഒരു ലോഞ്ച് പൂൾ ഇനി ഓപ്പൺ ആവാൻ 2 മണിക്കൂറാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അരി കൊടുക്കുന്ന സ്ഥാനത്ത് നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് കൊടുക്കുന്നത്, BB സോൾ എന്ന് പറഞ്ഞിട്ട് ഒരു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ MNT എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ കൊടുക്കാം, ഇല്ലെങ്കിൽ USDT എന്ന് പറഞ്ഞിട്ടുള്ള കോയിനും നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ എത്രയാണ് മിനിമം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ റൂൾസ് ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടുന്ന എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ റൂൾസ് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് റൂൾസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കിട്ടുന്ന അരി നിങ്ങൾ കൊടുക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, വലിയ തോതിൽ കൃഷി ചെയ്യുന്നു. ആ വലിയ തോതിൽ കൃഷി ചെയ്തിട്ട് നമുക്ക് അവർ പ്രൊഡക്ഷനിൽ കിട്ടുന്ന കഴിയുന്നു നമുക്ക് റിവാർഡ് തരുന്നു. അങ്ങനെ ഇവിടെ ബൈബിറ്റ് എന്തുകൊണ്ടാണ് റിവാർഡ് തരുന്നതെന്ന് പറഞ്ഞ് ഇനി 6 ദിവസം കഴിഞ്ഞാൽ ഈ പൗസ് ടോക്കൺ അവിടെ ലിസ്റ്റ് ആവാൻ പോവാണ്. അങ്ങനെ ലിസ്റ്റ് ആവുമ്പോൾ നമുക്ക് അവിടെയുള്ള മെമ്പേഴ്സിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇതെന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബൈബിറ്റ് ലോഞ്ച് പൂള് സ്റ്റേക്ക് BB സോൾ MNT ഓർ USDT ടു ഏൺ ഷെയർ ഓഫ് 1.2 മില്യൺ പൗസാണ് അവിടെ നിന്ന് അവർ ടോട്ടലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ സ്റ്റേക്കിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് തൊട്ട് ആ ഒരു ലിസ്റ്റ് ആവുന്നതിൻ്റെ തലേ ദിവസം വരെ ആയിരിക്കും ഇതിൻ്റെ ഒരു സ്റ്റേക്കിംഗ് പീരീഡ് അവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവൻറ്റ് പീരീഡ് പറഞ്ഞിട്ടുണ്ട് മാർച്ച് 12 മുതൽ മാർച്ച് 17 തീയതിയാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഡ്യൂറിങ് ദിസ് പീരീഡ് സ്റ്റേക്ക് BB സോൾ MNT ഓർ USDT ടു ഒബ്റ്റെയിൻ എ ഷെയർ ഓഫ് 1.2 മില്യൺ പൗസ് ഫോർ ഫ്രീ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഇട്ട മുതലും കിട്ടും, അവിടെ നിന്ന് എക്സ്ട്രാ ഉള്ള ടോക്കൺസ് തിരിച്ച് കിട്ടും എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കൊടുത്ത അരി നിങ്ങൾക്ക് കിട്ടി, അതേപോലെ തന്നെ അവർക്ക് കിട്ടിയ ഒരു അരിയിൽ നിന്ന് നമുക്ക് ചെറിയൊരു റിവാർഡ് അല്ലെങ്കിൽ ഒരു കുറച്ച് അരി നമുക്ക് പ്രോഫിറ്റ് ആയിട്ടും കിട്ടി എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ BB സോളിൽ പറഞ്ഞിട്ടുള്ളത് 3.6 സംതിങ് അത്രയാണ് ടോട്ടൽ റിവാർഡ്. അതേപോലെ തന്നെ MNT പോളിലും 3 സംതിങ് 6 മില്യണൊക്കെയാണ് ടോട്ടൽ റിവാർഡ്. അതേപോലെ
തന്നെ USDT 4.8 മില്യണൊക്കെയാണ് റിവാർഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേക്ക് ചെയ്യാം. ഈ സ്റ്റേക്ക് ചെയ്യുന്ന 1.2 മില്യൺ പൗസ് ടോക്കൺ നിങ്ങൾക്ക് റിവാർഡായിട്ട് നിങ്ങൾ സ്റ്റേക്ക് ചെയ്തതിൻ്റെ കണക്കിൽ കിട്ടും. അപ്പോൾ ആ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ VIP റിവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ VIP യൂസേഴ്സിന് ഈ ഒരു ബൈബിറ്റിൽ VIP യൂസേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരുപാട് എന്താണ് ഇതിൽ സ്റ്റേക്ക് ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനൊക്കെ ഒരുപാട് USDT പറ്റും. അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ടുള്ള ഒരു റിവാർഡൊക്കെ കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ പൗസിനെ പറ്റി അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പൗസിൻ്റെ ലിസ്റ്റിംഗ് ടൈം ലൈൻ അവർ പറഞ്ഞിട്ടുണ്ട്. പൗസ് ഡെപ്പോസിറ്റ് ഓപ്പൺ ഓൺ മാർച്ച് 17. അപ്പോൾ നമുക്ക് എന്താണ് പൗസിൻ്റെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളത് മാർച്ച് 17 ഇവിടെ ഓപ്പൺ ആവുള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പൗസ് വിഡ്രോ ചെയ്യാം, നമുക്ക് എന്തായാലും അവിടെ നിന്ന് വിഡ്രോ ചെയ്യാം, നമുക്കിവിടെ ബൈബിറ്റിൽ കിട്ടാൻ പോകുന്നത് എപ്പോഴായിരിക്കും, മാർച്ച് 17 തന്നെയാണ് ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ എക്സ്ചേഞ്ചിലും ഇത് ലിസ്റ്റ് ആവുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമായിരിക്കും നമുക്ക് കിട്ടാമെന്നും നമുക്ക് എന്തായി ഈ ഒരു കാര്യം നോക്കിയപ്പോൾ മനസ്സിലായി. അതേപോലെ തന്നെ പൗസ് വിഡ്രോവൽ എപ്പോഴാണ് ഓപ്പൺ ആവുക, ഓപ്പൺസ് ഓൺ മാർച്ച് 19, 2025. ലിസ്റ്റിംഗ് മാർച്ച് 18. അപ്പോൾ തന്നെ നിങ്ങൾക്ക് USDT ആയിട്ട് മാറ്റാം. അതേപോലെ തന്നെ വിഡ്രോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാർച്ച് 19 ആയിരിക്കും വിഡ്രോ എടുക്കുക. അതിനുണ്ടെങ്കിൽ ഇത് നല്ല പ്രൈസൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പൗസ് വിൽ ബി അവൈലബിൾ ഫോർ ട്രേഡിംഗ് ബൈ സ്പോട്ട് ഗ്രിഡ് ബോട്ട് വെൻ ലിസ്റ്റഡ്. അപ്പോൾ എന്തായാലും അവർ പറഞ്ഞിട്ടുണ്ട് ഇത് സ്പോട്ടിൽ ലിസ്റ്റ് ആവും, ഇല്ലെങ്കിൽ ആ സ്പോട്ട് ട്രേഡിങ്ങിൽ ലിസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് USDT ആയിട്ട് മാറ്റാനുള്ള ഒരു ഓപ്ഷനും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻ, യൂസർ മസ്റ്റ് കംപ്ലീറ്റ് ഐഡൻറ്റിഫൈ വെരിഫിക്കേഷൻ ലെവൽ 1 ടു സ്റ്റേക്ക് ഓൺ ബൈബിറ്റ് ലോഞ്ചബിൾ. അപ്പോൾ എന്താണ് വേരിഫിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. സ്റ്റേക്ക് ടോക്കൺ ക്യാൻ ബി അൺസ്റ്റേക്ക്ഡ് എനി ടൈം. നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത ടോക്കൺ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷനും അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു റിവാർഡൊക്കെ കിട്ടാം. നിങ്ങൾക്കത് വേണ്ടാന്ന് തോന്നി അൺസ്റ്റേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലതാണ്. അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളവർ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനി ഇത് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാം. അങ്ങനെയുള്ള പല ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് നമുക്കിവിടെ ബൈബിറ്റിൽ പൗസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കാണാനും പറ്റുന്നതാണ്. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്കിതിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ USDT കൊടുക്കാം, ഇല്ലെങ്കിൽ എന്താണ് BB Sol കൊടുക്കാം, MNT കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു എക്സ്ട്രാ റിവാർഡ് എടുക്കുകയാണ് പൗസ് എന്നാണ് ഞാൻ ഇതിൽ മനസ്സിലായിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങളുടെ മേജർ ആയിട്ടുള്ള ഡൗട്ടുകൾ ഞാൻ പറഞ്ഞുതരാം. പൗസ് എവിടെയൊക്കെയാണ് ലിസ്റ്റ് ആവാൻ പോകുന്നത്, ബൈനാൻസിൽ ലിസ്റ്റ് ആവുമോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. ക്യൂകോയിനിൽ എന്തായാലും ലിസ്റ്റ് ആവും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പ്രീ മാർക്കറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിറ്റ്ഗെറ്റിലും അത് ലിസ്റ്റ് ആവും, അവിടെയും പ്രീ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബൈബിറ്റിൽ തീർച്ചയായിട്ടും ലിസ്റ്റ് ആവും. അവിടെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലോഞ്ച് പൂൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബിഗ് എക്സിലും OKXലും മെക്സിയിലും തീർച്ചയായിട്ടും ലിസ്റ്റ് ആവും. മെക്സിയും ബിറ്റ്ഗെറ്റും അതേപോലെയുള്ള കാര്യം ഗേറ്റ് ഒന്നും നിങ്ങൾ നോക്കണ്ട, എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റ് അവിടെ ലിസ്റ്റ് ആവും. എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് യൂസേഴ്സിനെ ഗെയിൻ ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനെ ഒരു സംഭവം എന്നൊന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ബിനാൻസിൽ ഇത് ലിസ്റ്റ് ആവുമോ, ബിനാൻസിൽ ലിസ്റ്റ് ആവണമെങ്കിൽ അവൻ്റെ മേജർ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ 5% എങ്കിലും ലിക്വിഡിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇത് ട്രേഡിങ് ഞങ്ങൾ അവൈലബിൾ എടുക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൈബിറ്റിൽ തന്നെ 3% പൗസിൻ്റെ കമ്മ്യൂണിറ്റിക്കാർ അല്ലെങ്കിൽ പൗസിൻ്റെ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ മൊത്തം ടോട്ടലായിട്ട് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് 7% മാത്രമാണ്. അതിൽ 3.4 അല്ലെങ്കിൽ 3.5% ഈ ബൈബിറ്റിക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ബിനാൻസിലേക്ക് 5% കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടോ? അപ്പോൾ അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ബിനാൻസിൽ മേ ബി ലിസ്റ്റ് ആവില്ല. പക്ഷേ ക്ലെയിമിംഗ് ഓപ്ഷൻ ഇന്ന് പറഞ്ഞിട്ട് അത് നീട്ടിക്കൊണ്ട് പോയപ്പോൾ കുറേ ആൾക്കാർ പറയാൻ തുടങ്ങിയത് ബിനാൻസിൽ ലിസ്റ്റ് ആവാനുള്ള അടുത്തൊരു സ്റ്റെപ്പൊക്കെ ആയിരിക്കാം എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അറിയില്ല. ഇന്നായിരുന്നു ക്ലെയിമിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരമായിരുന്നു ക്ലെയിമിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ക്ലെയിമിംഗ് ഓപ്ഷൻ നമുക്ക് അവിടെ ഓപ്പൺ ആയിട്ടില്ല. മേ ബി ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആവാം. ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും സമയം എടുത്തിട്ട് തന്നെയാണ് ഓപ്പൺ ആവുള്ളൂ. നമുക്ക് അതിൻ്റെ ഒഫീഷ്യൽ ന്യൂസ് കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് എന്താവുള്ളൂ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ മേജറായിട്ട് വേറൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇവരിനെ ഡയറക്റ്റായിട്ട് സൊലാന ഒഫീഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പോസ്റ്റൊക്കെ സൊലാന തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതിന് വളരെയധികം ഹൈപ്പൊക്കെ കൂടും. നിങ്ങൾ ഒരുപാട് ഹൈപ്പൊന്നും വെക്കേണ്ട, കിട്ടുന്നത് കിട്ടട്ടെ. നിങ്ങൾ ഈ ലോഞ്ച് പൂളിലൊക്കെ പങ്കെടുത്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് ഒരു റിവാർഡൊക്കെ കിട്ടുമല്ലോ. അങ്ങനെയെങ്കിലും നമുക്ക് ഇത്തിരി ഗുണമൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഫാൻഡം വാലറ്റും ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സൊലാന സപ്പോർട്ട് ചെയ്യുന്ന ഇല്ലെങ്കിൽ സൊലാന ഡയറക്റ്റ്
ഡയറക്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം റെയറാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ എല്ലാ മാർക്കറ്റിലും സൊലാന ആയിക്കോട്ടെ, ഏത് കോയിൻ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഏത് എന്താണ് നല്ല അറ്റത്ത് നിൽക്കുന്ന, ഇല്ലെങ്കിൽ നമ്മുടെ പൈക്കോയിൻ ആയിക്കോട്ടെ, എല്ലാം വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അത്രത്തോളം ഡൗൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിടക്കുന്നുണ്ടെങ്കിലും ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താണ് ഈ ടോക്കൺ വാല്യൂ കൂടാൻ ഒരു സാധ്യതയുണ്ട്. എൻ്റെ ഒരു പ്രൈസ് പ്രെഡിക്ഷൻ ഞാൻ അന്നും ഇന്നും പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞാൽ 0.0022 0.007 എന്നുള്ളൊരു കാര്യത്തിലാണ്. ഇതിലാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. ഇതിലൊന്ന് ലിസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആൾറെഡി പ്രതീക്ഷിച്ചിട്ടുള്ള ഈ ഒരു ഇതിൽ മാത്രമാണ് ലിസ്റ്റ് ആവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാളും വലിയ മാർക്കറ്റ് ക്യാപ്പിലൊക്കെ ലിസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഗുണം? എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഗുണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. ഇപ്പോൾ ഈ ഒരു 170 ഏഞ്ചൽ വണ്ണിൻ്റെ ലൂട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പൈസ കിട്ടുന്നുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾക്കാർ കയറാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ കയറിക്കോ, ഇപ്പോൾ കയറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് GPayയിൽ 170 രൂപ കിട്ടും. അപ്പോൾ ആൾറെഡി തന്നെ 2 ആൾക്കാർ കയറിയപ്പോൾ 170 രൂപ കിട്ടി. അവർക്കും കിട്ടിയിട്ടുണ്ടാവും, എനിക്കും കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നേരത്തെ ഈ ചോയ്സ് ഇന്ത്യൻ്റെ ലൂട്ടിലും എന്താണ് 130 രൂപ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ കയറിയാൽ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്താണ് 170 രൂപ 11 മണിക്കും അതേപോലെ തന്നെ 11:40 എനിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ അക്കൗണ്ട് എടുത്ത് വെറുതെ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യണം. ആധാറും അക്കൗണ്ടും അങ്ങനെയുള്ള ബാങ്ക് അക്കൗണ്ട് എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് ഡിമാൻഡ് അക്കൗണ്ട് എടുക്കണം എന്നുള്ളൊരു കാര്യമാണ്. ആ അക്കൗണ്ട് എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്താവുള്ളൂ, ഇതിൽ 170 രൂപ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ വല്ല പൈസ മുടക്കണോ വേണ്ടിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും 5 പൈസ കൊടുക്കേണ്ട. ഈ ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു, ഇതിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. എന്തിനാണ് ഏഞ്ചൽ വൺ എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ ഈ SIP ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ, ട്രേഡ് ചെയ്യാനായിക്കോട്ടെ, സ്റ്റോക്ക് ചെയ്യാനായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നിങ്ങളിതിൽ ഒരു എക്സ്ട്രാ ലിങ്കിക്കും അല്ല നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ UPI കൊടുക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ക്യാഷ് റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിൽ പോകുന്നു, പ്ലേ സ്റ്റോറിൽ പോയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടുന്നു. അത്ര മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടിയുള്ളൂ. അതിൽ KYC കംപ്ലീറ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് ഡിമാൻഡ് അക്കൗണ്ട് എടുക്കുക. ഇനിയിപ്പോൾ അത്ര കഷ്ടപ്പെട്ട് ഇത് വെച്ച് എനിക്ക് ഫീസൊക്കെ പിടിക്കുമോ എന്നുള്ളവർക്ക് നേരെ പ്രൊഫൈൽ സെഷനിൽ പോവുക, സ്ക്രോൾ ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പെട്ടെന്ന് തന്നെ ഒരുപാട് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്താലേ കിട്ടുള്ളൂ. നേരത്തെ പല ലൂട്ട്സിൻ്റെയും ഞാൻ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ചോയ്സ് ഇന്ത്യയിൽ 130 രൂപ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ ഞാൻ ഈ ബൾക്ക് പേയിൽ നിന്ന് എനിക്ക് എന്താണ് വേറൊരു റെഫറിൽ നിന്ന് എനിക്ക് 390 രൂപ 200 രൂപ 125 രൂപ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ എൻ്റെ ടെലിഗ്രാം ചാനലൊന്ന് കയറുക, ഞാൻ അവിടെ ലിങ്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. എന്തായാലും കുറച്ച് 18 വയസ്സ് കഴിയണം, അത്ര മാത്രമാണ് ഇതിലൊരു കാര്യമുള്ളൂ. അപ്പോൾ ഇതുവരെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്നുള്ള അപ്ഡേറ്റുകളിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. അതേപോലെ തന്നെ 450 രൂപ ഒരു ലൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാത്തിലും കയറുക, എക്സ്പ്ലോർ ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് നമ്മുടെ ചാനലിനെ പറ്റി അറിയിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെപ്പോലെയുള്ള ചാനലുകാർക്കൊക്കെ ഒരുപാട് പ്രോത്സാഹനം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക റിയൽ ടോക്ക് വിത്ത് സുമിത്ത്. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.